നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയാണ്, നോക്കൂ, അവർ എന്തൊക്കെ മോശം പ്രവൃത്തികളാണ് ചെയ്യുന്നത്, മനുഷ്യപ്പെട്ടാണെങ്കിലോ ഒട്ടുമില്ല, ഈശ്വരാധീനവുമില്ല, എന്നിട്ട് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഈ ഭഗവാന് കണ്ണും കാതും ഒന്നുമില്ലെന്നേ. ഭഗവാനെ സദാ വിളിക്കുക, വ്രതങ്ങൾ എടുക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്തിട്ടിപ്പോ എന്താ ഫലം? എന്നും കണ്ണീരും ദുഃഖങ്ങളും മാത്രം. ഭഗവാനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഭഗവാനെ ഇങ്ങനെയൊന്നും പഴിക്കരുതേ. പരീക്ഷിക്കുന്നതല്ല ഭഗവാന്റെ ജോലി. ഒരു ഭക്തനെയും ഭഗവാൻ പരീക്ഷിക്കില്ല. ഭക്തരെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഭക്തവത്സലനല്ലേ ഭഗവാൻ. ഈ ജന്മത്തിൽ മോശം പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഇത്ര സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടോ, ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിട്ടൊന്നുമല്ല. പിന്നെന്താണ്? അവർ പൂർവജന്മത്തിൽ ചെയ്ത സൽഫലങ്ങളുടെ സുഹൃതങ്ങളാണ്. പൂർവജന്മത്തിലെ സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ഈ ജന്മത്തിൽ ഇത്ര സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത്. വിചാരിച്ചിട്ട് അഹങ്കരിക്കൊന്നും വേണ്ടാട്ടോ. എന്നാണോ ഈ പൂർവകർമ്മ ഫലങ്ങൾ അനുഭവിച്ചു തീരുന്നത്, അതോടെ ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ അവരെ പിടിക്കുക തന്നെ ചെയ്യും, അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഈ ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കാൻ മാത്രം പുണ്യമായിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന ദുഷ്ഫലങ്ങൾ അവർ അടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. പക്ഷേ ഒന്നുണ്ട്, ഭഗവാൻ പരീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്ന് അറിയോ? ഈ വീഡിയോയുടെ പൂർണ്ണ ഭാഗം കാണാനായി മുകളിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി.